ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ദിവ്യൻ ഹിൽ മലയാളം ഡാറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് അത് റെസണേറ്റ് ആയാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്ത്, പിന്നെ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഒന്ന് ഹൈപ്പ് ചെയ്യുക. അത് വീഡിയോ കൂടുതൽ റീച്ചിലെത്തിക്കും. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്. ബ്രോക്കൺ ഹേർട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹൃദയം നുറുങ്ങുന്നൊരു വേദനയിൽ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് ഇതിൽ എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും മറക്കാൻ പറ്റാത്ത എന്തോ ഒരു വേദന നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് ഈ ഒരു സമയവും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോൾ പാസ്റ്റിൽ നടന്നൊരു പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈ ഒരു അടുത്ത സമയം നടന്നായിരിക്കാം. എന്ത് തന്നെയായാലും അത് ചിലപ്പോൾ ഒന്നിലധികം തവണ ഒരാൾ തന്നെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഹൃദയം നുറുങ്ങിയ പോലത്തെ ഒരു വേദന ഉണ്ട്. അപ്പോൾ ഇത് കൂടുതലും റിലേഷൻഷിപ്പിൽ വന്ന വേദന ആയിരിക്കണം. ഇത്രയും ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. നിങ്ങൾ ഇത് നമ്മൾ എന്ത് വേദന ആയാലും നമ്മളത് ചിലപ്പം കൂടുതലും ഇത് കർമ്മയിൽ നിന്നും കൊണ്ടുവന്നായിരിക്കും, പാസ്റ്റിൽ നിന്നും വന്ന ഒരു കർമ്മയായിരിക്കണം. അപ്പം നമ്മൾ അങ്ങനെ സമാധാനിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതും ആയ ആൾക്കാരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ തവണ പറ്റിക്കുന്നതും നമ്മളെ ചതിക്കുന്നതും നമ്മളെ വേദനിക്കാൻ പറ്റുന്നതും അവർക്കാണ്. കാരണം ചില ആൾക്കാർക്ക് ഒരു തവണ മാത്രമേ അവർക്ക് ആ ഒരു ചാൻസ് കൊടുക്കാവൂ. ചില ആൾക്കാർക്ക് അങ്ങനെയാണ് കേട്ടോ. ഒരു തവണ ആ ഒരു ചാൻസ് ഇല്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, അവർ പറ്റിക്കും അല്ലെങ്കിൽ അവർ ചതിക്കും എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ആ ആളിന് വീണ്ടും ചാൻസ് കൊടുക്കുകയാണ്. നമ്മളെ തന്നെ പറ്റിക്കാനുള്ള ചാൻസ് അവർക്ക് കൊടുക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇനി അങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാതിരിക്കുക. ഈ വന്ന ആ ഒരു മുറിവുകൾ ഉണക്കാൻ ശ്രമിക്കുക. ഈ മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥനകൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുക. വേദനകളെല്ലാം നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിലേക്ക് അടുക്കാൻ നോക്കുക. പിന്നെ നമ്മളുടെ സോളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്, എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്, ഇതിൽ നിന്ന് നമുക്ക് എന്ത് പാഠമാണ് കിട്ടുന്നത് എന്നൊക്കെ നിങ്ങളുടെ ദിവസം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആർക്കേഞ്ചൽ റാഫേലാണ് 4th ചക്ര. ഇതിലും ഒരു ഹാർട്ട് ചക്രയാണ് വന്നിട്ടുള്ളത്. ഇതും ഹൃദയമാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഹാർട്ട് ബ്രേക്ക് ഹീൽ ചെയ്യാൻ ഉള്ള സമയമായി എന്നാണ് കേട്ടോ കാണുന്നത്. നിങ്ങൾ ഇത്രയും നാൾ വേദനിച്ചിരുന്നു, വിഷമിച്ചിരുന്നു, നിങ്ങൾക്ക് അതിൽ നിന്ന് ആ ഒരു മുറിവ് ഉണക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല, അതിന് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റിയില്ല. എന്ത് തന്നെ ആയിക്കോട്ടെ, ഈ ഒരു സമയം നിങ്ങളുടെ ആ മുറിവണക്കാൻ നിങ്ങളെ ആർക്കേഞ്ചൽ റാഫേൽ സഹായിക്കും. ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ആർക്കേഞ്ചൽ റാഫേലിനെ ഇൻവോക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കുന്ന മുറിവുകൾ ഉണക്കിത്തരാൻ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുക. റാഫേൽ മാലാഖ. അപ്പോൾ അത് വിളിക്കേണ്ടത് ആർക്കേഞ്ചൽ റാഫേൽ, ആർക്കേഞ്ചൽ റാഫേൽ, ആർക്കേഞ്ചൽ റാഫേൽ 3 തവണ നിങ്ങൾ ഇൻവോക്ക് ചെയ്യണം. 3 തവണ നിങ്ങൾ വിളിക്കണം. എന്നിട്ട് നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നത് പോലെ നമ്മൾ ഈ ഏഞ്ചലിനോട് സംസാരിക്കുക. എനിക്ക് ഒരുപാട് വേദനകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഏഞ്ചലിനോട് പറയാനുള്ളത് അത് പറയുക. എനിക്ക് ഈ ഒരു വേദന അതെനിക്ക് മറന്നു പോകണം, എനിക്ക് എന്നിൽ നിന്ന് മാറ്റിക്കളയണം എന്ന് നിങ്ങൾ പറയേണ്ടതുപോലെ നിങ്ങൾ ആർക്കേഞ്ചൽ റാഫേലിനോട് നിങ്ങൾ പറയുക. പിന്നെ ഈ 3 തവണ ഇൻവോക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ മാലാഖമാരെ വിളിക്കുന്നത് 3 തവണ വിളിക്കണം. അപ്പോഴാണ് അവർ നമ്മളിലേക്ക് വരുന്നത്. നിങ്ങൾ അങ്ങനെ വിളിക്കുമ്പം റാഫേൽ മാലാഖ നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ ഒരു ചിറകുള്ള ഒരു യങ്ങായിട്ടുള്ളൊരു മാലാഖയാണ്. അപ്പോൾ വരും. എന്നിട്ട്
മാലാഖ നിങ്ങളുടെ ഹൃദയചക്രത്തിൽ കയ്യിൽ വയ്ക്കുന്നതായിട്ട് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ആ ഒരു വേദന, ഈ കാണുന്ന ആ ഒരു ഹൃദയത്തിലെ മുറിവുകൾ നിങ്ങൾ ആ ഹൃദയം ഒന്ന് മനസ്സിൽ കാണുക. എന്നിട്ട് റാഫേൽ മാലാഖ നിങ്ങളുടെ ഹൃദയത്തിൽ കൈ വയ്ക്കുന്നതായിട്ടും ആ കൈ വെച്ച് അത് ആ മുറിവുകൾ ഉണങ്ങുന്നതായിട്ടും നിങ്ങൾ വളരെ ഹാപ്പി ആകുന്നതുമായിട്ടൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് മാലാഖയ്ക്ക് നന്ദി പറയുക. എൻ്റെ മുറിവുകൾ ഉണക്കി തന്നതിന്, എന്നെ ഈ വേദനയിൽ നിന്ന് രക്ഷിച്ചതിന്, എനിക്ക് തിരിച്ചറിവുണ്ടാക്കി തന്നതിന് എനിക്ക് മാലാഖയോട് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് നിങ്ങൾ മാലാഖയെ തിരിച്ചയക്കുക. നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഹൃദയത്തിൽ ഒരുപാട് പെയിൻ വരുമോ, എപ്പോഴും ചില സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഹൃദയത്തിലാണ് പിടിക്കുന്നത്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഈ വേദനകളെല്ലാം പെട്ടെന്ന് നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഹാർട്ട് ചക്രയാണ്. ഹാർട്ട് ചക്ര പെട്ടെന്ന് നമുക്ക് വേദന വരും. അപ്പോൾ അതുകൊണ്ട് അത് ബ്ലോക്ക് ആയിരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ കുറേ പ്രാവശ്യം ദീർഘനിശ്വാസം എടുക്കുമ്പോൾ കുറേ പ്രാവശ്യം എടുക്കുമ്പോഴത്തേക്ക് ഹൃദയത്തിൻ്റെ ഭാരം കുറയും. ഹൃദയത്തിലാണ് ഈ ഭാരമെല്ലാം സൂക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വേദന, ഒരുപാട് സഹിക്കാൻ പറ്റാത്ത വേദന വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആർക്കേഞ്ചൽ റാഫേലിനെ വിളിച്ച് ഇതുപോലെ ഹീൽ ചെയ്യാം. അദ്ദേഹം ഹീലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിലുള്ള വേദനകൾ മാറ്റിത്തരും. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആണ് വന്നിട്ടുള്ളത്. കുറച്ച് സാമ്പത്തിക ഞെരുക്കമുള്ളൊരു സമയമാണ് ഈ ഒരു സമയം. അത് ചിലപ്പം നിങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് നടത്തിയെടുക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആ ഒരു ഞെരുക്കം എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇവിടെ ഒരു ബുക്കുണ്ട്. ഈ ബുക്കിനകത്ത് ഈ ഉള്ള പൈസ എങ്ങനെയാണ് ചിലവാക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. കുറച്ച് പൈസയേ ഉള്ളൂ എങ്കിലും അതെങ്ങനെയാണ് ചിലവാക്കേണ്ടതെന്ന് ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മളുടെ ബുദ്ധിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ചിലവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ്. ദ ഗാർഡൻ ആൻഡ് ദ ഗേറ്റ് ആണ് വന്നിട്ടുള്ളത്. നമ്മളൊരു പൂന്തോട്ടത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ പൂന്തോട്ടത്തിൽ നമുക്ക് അവിടെ കുറേ ഇഷ്ടമുള്ള സംഗതികളുണ്ട്. പക്ഷേ നമുക്ക് പുറത്തിറങ്ങിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതിനകത്ത് തന്നെ നിൽക്കാതെ നിങ്ങളൊന്ന് ആ ഗേറ്റ് തുറന്നൊന്ന് പുറത്തിറങ്ങുക. ഇത് നമ്മുടെ കംഫർട്ട് സോണാണ്. കാരണം കുറേ പൂക്കളും ചെടികളും നമുക്ക് സന്തോഷമുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ നമ്മൾ ആ ഗേറ്റിട്ട് പൂട്ടിയിരിക്കുന്നുണ്ട്. ആ ഗേറ്റ് തുറന്നൊന്ന് പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് വേറെ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാതിരിക്കുക. പ്രത്യേകിച്ചും സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് പുറത്തിറങ്ങാൻ വളരെ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മളുടെ എനർജിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഒരേ സ്ഥലത്താണല്ലോ ഇരിക്കുന്നത്. അപ്പം നമ്മൾ അതൊന്ന് മാറാൻ ശ്രമിക്കുക. നമ്മൾ യാത്രകൾ ചെയ്യാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ പുറത്തിറങ്ങി ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ചുവട്ടിലെങ്കിലും നിൽക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും. സെക്കൻഡ് ചക്രയാണ് ആർക്കേഞ്ചൽ ഏരിയയിലാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ സ്വാധിഷ്ഠാന ചക്രം ആക്റ്റീവ് ആകുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ഫെർട്ടിലിറ്റിയുമായി സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾ മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു കുഞ്ഞിനെ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ PCOD PCOS ഒക്കെ പോലെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ, ശരിക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ആർക്കേഞ്ചൽ ഏരിയലിനെ പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്വാധിഷ്ഠാന ചക്രം ആക്റ്റീവാക്കും. അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ ഈ യൂട്രസ് സംബന്ധമായ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരും നിങ്ങൾ ആർക്കേഞ്ചൽ ഏരിയലിനെ പ്രാർത്ഥിക്കുക. ക്ലെൻസ് ചെയ്ത് എനർജൈസ് ചെയ്ത് തരാൻ പറയുക നിങ്ങൾ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണെന്നാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം 6th ചക്രയാണ് വന്നിട്ടുള്ളത്. ആർക്കേഞ്ചൽ മെറ്റട്രോൺ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കൂടുതലും ചക്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ അതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ
അത് തുടർന്ന് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ആവശ്യമാണ് കാരണം ചക്ര ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ചക്ര മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ ആർക്കേഞ്ചൽ മെട്രോണാണ് നിങ്ങളുടെ തേർഡ് ഐ ആണ് വന്നിട്ടുള്ളത്. ഈ തേർഡ് ഐ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ കുറേ ആൾക്കാർക്ക് ഇത് പാസ്റ്റ് ലൈഫ് കാണാൻ പറ്റും, നിങ്ങളുടെ ഫ്യൂച്ചർ അറിയാൻ പറ്റും. നിങ്ങളുടെ തേർഡ് ഐ ചക്ര, നിങ്ങളുടെ ആജ്ഞാചക്ര ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവറൊക്കെ വർദ്ധിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ആകാശിക് റെക്കോർഡ് റീഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ ആകാശിക് റെക്കോർഡ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടാവും. കുറേ ആൾക്കാർ ഈ ഒരു ഇപ്പം എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ ആകാശിക് റെക്കോർഡ് എന്ന് പറയുന്നത്. നമ്മളുടെ പാസ്റ്റ് ലൈഫ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ബുക്കാണ്. അത് സൂക്ഷിച്ചിരിക്കുന്നത് ആകാശിക് ലൈബ്രറിയിലാണ്. ആകാശ എന്ന് പറയുന്നത് നമ്മുടെ ആകാശം, അത് അവിടെ തന്നെയാണ് ഈ ബുക്കുകൾ സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഒരു ലൈബ്രറിയനാണ് ഈ ആർക്കേഞ്ചൽ മെറ്റട്രോൺ. അപ്പോൾ അദ്ദേഹമാണ് നമ്മൾ പാസ്റ്റ് ലൈഫ് നോക്കാൻ പോകുമ്പോൾ നമ്മൾ മെഡിറ്റേഷനിലൂടെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ആർക്കേഞ്ചൽ മെറ്റട്രോണിനെ ഇൻവോക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ പാസ്റ്റ് ലൈഫിൻ്റെ ബുക്ക് വാങ്ങുന്നത്, നിങ്ങളുടെ ആകാശിക് റെക്കോർഡിൻ്റെ ബുക്ക് വാങ്ങുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്കും ആകാശിക് റെക്കോർഡിനെ കുറിച്ച് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് വീഡിയോ ഇടട്ടോ, ഓരോ വീക്കിലും ഓരോ വീഡിയോ ആകാശിക് റെക്കോർഡിന് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ വീഡിയോ ഇടാം. അപ്പം കുറേ കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കും. ഇത് ആകാശിക് റെക്കോർഡ് റീഡ് ചെയ്യുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ പാസ്റ്റ് ലൈഫ് എന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജന്മത്തിൽ നമുക്കത് ഹീൽ ചെയ്യാൻ പറ്റും. നമുക്ക് തിരിച്ചറിവാണല്ലോ ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഹീൽ ചെയ്യാൻ പറ്റും. അത് ഇടയ്ക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആകാശിക് റെക്കോർഡ് പേഴ്സണലി റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മതി, ചെയ്യാം. സ്റ്റാറാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളൊരു സ്റ്റാർഡം ഉണ്ടാക്കുന്നു. നിങ്ങൾ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന, അത് വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആഗ്രഹിച്ച് ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വ്യക്തികളുടെ ഒരു പ്രസൻസ് ആയിരിക്കാം അത്. അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സംബന്ധമായ, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ ഉണ്ടല്ലോ, അത് ഈ ഒരു സമയം നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഹീല് ചെയ്യേണ്ട കാര്യം, ഇതിനകത്തൊരു ഹീലിങ്ങിൻ്റെ കാർഡ് ആൾറെഡി വന്നിട്ടുണ്ട്. ഹാർട്ട് ചക്ര വന്നിട്ടുണ്ട്, ഇവിടെ ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പാസ്റ്റിലുണ്ടായ ആ വേദനകളൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് ഹീൽ ചെയ്യപ്പെടുന്നു എന്ന് കാണുന്നുണ്ട്. 3 of കപ്പിൻ്റെ എനർജിയാണ് ഇതിൽ. നിങ്ങളുടെ സൗഹൃദങ്ങൾ, ഇപ്പം അതിൽ നിങ്ങളെ സഹായിക്കാൻ കുറേയധികം ആൾക്കാരുണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന കുറേ ആൾക്കാർ നിങ്ങളെ സഹായിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഇന്നത്തെ ദിവസം ചിലപ്പോൾ പാസ്റ്റിലെ കുറേ കൂട്ടുകാരെ നിങ്ങൾ കണ്ടെത്താം, അല്ലെങ്കിൽ പുതിയ ചില കൂട്ടുകാർ നിങ്ങൾക്ക് കൂടെ കൂട്ടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കണ്ടെത്താൻ പറ്റും. ഇന്ന് വളരെ ഹാപ്പി ആയിരിക്കും. കുറേ ആൾക്കാരും വളരെയധികം ഹാപ്പിയിലാണെന്നാണ് കാണുന്നത്. നിങ്ങൾ സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കാം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. 6 of Wandsന്റെ എനർജിയാണ്. കുറേ പ്രതിസന്ധികൾക്ക് ശേഷം നിങ്ങൾക്കൊരു വിജയം കിട്ടുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ എന്തെങ്കിലും കേസ് സംബന്ധമായ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ആ കേസ് ജയിക്കുന്നൊരു എനർജി കാണുന്നുണ്ട്. കുറേ എതിർപ്പുകളുണ്ട്, കുറേ പ്രതിബന്ധങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു വിജയമാണ് ഈ ഒരു സമയത്ത് കാണുന്നത്. ഹാങ്ഡ്മാനാണ്. നിങ്ങളെ ചതിച്ച വ്യക്തികളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എനർജിയാണത്, ഈ ഒരു കാര്യം. കാരണം ആരാണ് നിങ്ങളെ ട്രാപ്പിലാക്കിയത്, ആരാണ് നിങ്ങളിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കിയത്, ആരാണ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്,
മാനിപ്പുലേറ്റ് ചെയ്തത്, നിങ്ങളുടെ ചിലപ്പോൾ ജോലി ഇല്ലാതാക്കിയത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ് എന്ന് നിങ്ങൾക്ക് ഈ ഒരു സമയം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പം ചില വ്യക്തികളുടെ യഥാർത്ഥത്തിലുള്ള മുഖം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഏറ്റവും വിശ്വസിച്ചിരുന്ന ആൾക്കാർ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു സത്യം റിവീൽ ചെയ്യുന്നൊരു സമയമാണ്. ആരാണ് നിങ്ങളുടെ യഥാർത്ഥ ശത്രു? ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ആളായിരിക്കില്ല നിങ്ങളുടെ യഥാർത്ഥ ശത്രു. നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്ത് നിന്നല്ലായിരിക്കും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പോൾ അത് ആരാണെന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാക്കാൻ പറ്റും എന്നാണ് കാണുന്നത്. നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ ഒരു ഓഫർ ആയിട്ട് ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നേക്കാം. ഒരു പ്രണയത്തിൻ്റെ ഓഫറുമായിട്ട് ഒരു കപ്പ് ഓഫ് ലവ് ഒരാൾ ഓഫർ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇത് കൂടുതലൊരു ഫിസിക്കൽ അട്രാക്ഷൻ മൂലം വരുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ ആ ഒരു ഫിസിക്കലായിട്ടുള്ള അട്രാക്ഷൻ കൊണ്ട് മാത്രം റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പോകാതിരിക്കുക. എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ശിവ ഓറക്കിളിൽ നിന്ന് നമുക്കൊരു ഇന്നത്തെ മെസ്സേജ് എന്താണ്, ഭഗവാൻ എന്ത് മെസ്സേജാണ് തരുന്നതെന്ന് നോക്കാം. റിമെയിൻ സൈലൻ്റ് ആണ്. അപ്പോൾ ഇന്ന് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക, സൈലൻ്റ് ആയിട്ട് ഇരിക്കുക. ഇന്ന് മറ്റുള്ളവർ പ്രൊവോക്ക് ചെയ്താലും നിങ്ങളത് മൈൻഡ് ചെയ്യാതിരിക്കുക. ഇതിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ ആക്ഷൻ എടുക്കേണ്ടാത്ത ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ എത്ര പ്രൊവോക്ക് ചെയ്താലും നമ്മളൊന്നും മിണ്ടാതിരുന്നാൽ മൗനമാണ് ഏറ്റവും വലിയ ആയുധം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ വന്നേക്കാം, പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ വളരെ കാം എനർജിയിലിരിക്കുക. ഇപ്പോൾ മൈൻഡ് ചെയ്യാതെ എന്ന് പറയുമ്പോഴത്തേക്ക് അവരെ ഇറിറ്റേറ്റ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു മൈൻഡ് ചെയ്യാതിരിക്കലായിരിക്കണം. ആരെയും നമ്മൾ ഫോക്കസ് ചെയ്യണ്ട. നമ്മളിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കാനാണ് പറഞ്ഞത്. ഇന്ന് നിശബ്ദത പാലിക്കുക എല്ലാ കാര്യത്തിലും. എന്നിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് നോക്കുക. നമ്മളുടെ ഉള്ളിൽ എന്താണ് കാണാൻ പറ്റുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. യു ആർ ഓൺ റൈറ്റ് ട്രാക്കാണ്. അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എൻ്റെ വഴി ശരിയാണോ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റാണോ, എൻ്റെ സ്പിരിച്വൽ പ്രാക്ടീസസ് കറക്റ്റാണോ, ഞാൻ ചെയ്യുന്ന പ്രാർത്ഥനകളും നമ്മളുടെ സ്പിരിച്വൽ എക്സ്പീരിയൻസും ഒക്കെ എനിക്ക് കിട്ടുന്ന സ്പിരിച്വൽ എക്സ്പീരിയൻസ് സത്യമാണോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു സമയം മഹാദേവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ സ്പിരിച്വൽ പ്രാക്ടീസസ് അത് സത്യമാണ്, നിങ്ങൾ റൈറ്റ് ട്രാക്കിൽ തന്നെയാണ് പോണത്. അപ്പോൾ അതിൽ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ ആകുലപ്പെടേണ്ടതില്ല, നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആകേണ്ട ഒരു ആവശ്യമില്ല. കാരണം പലപ്പോഴും നമുക്ക് അകാരണമായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചിലപ്പം ഇതായി പോയേക്കാം, ബ്ലോക്ക് വന്നേക്കാം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നാലും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതെ പുറത്തുള്ള എന്തെങ്കിലും ഫോഴ്സസ് വന്ന് നമ്മളെ അത് ബ്ലോക്കാക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ പോയ വഴി ശരിയല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കിത് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ. ഇത് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു യാത്രയാണ്. സ്പിരിച്വൽ ജേണി എന്ന് വെച്ചാൽ അങ്ങനെ നേരെ സ്ട്രൈറ്റ് റോഡല്ല, അത് വളവും തിരിവും കുന്നും ഒക്കെ ഉള്ളൊരു റോഡാണ്. അപ്പോൾ അത് പതിയെ കയറാൻ പറ്റുള്ളൂ. ചിലപ്പോൾ കയറിയതുപോലെ തിരിച്ചിറങ്ങേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ പോകുന്ന വഴി കൃത്യമാണ് എന്നാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നതിൽ കൺഫ്യൂഷനൊന്നും വേണ്ട. വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നിങ്ങളിപ്പോൾ എന്തെങ്കിലും കാര്യം തുടങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് റൈറ്റ് ടൈം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്കത് അതിൻ്റെ സമയം വരും. ഇപ്പം കുറച്ച് ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സമയത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. കുറച്ച് സമയം, അത് വളരെ കുറച്ച് സമയം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സമയം വരുമ്പോൾ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.
നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.